ഹരി ഓം. കൽക്കിരൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും രാമായണ സന്ദേശത്തിലേക്ക് സ്വാഗതം. രാമായണ സന്ദേശത്തിന്റെ 11ാമത്തെ പാഠമാണ്. അധ്യായം 1 ബാലകാണ്ഡത്തിലെ ഭാർഗവ ദർപ്പ ശമനത്തിൽ നിന്ന് എടുത്ത ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ശ്ലോകം എന്താണെന്ന് നോക്കാം. നിർവികാരാത്മാ പരിപൂർണനായിരിപ്പോരു നിർവാണപ്രദനല്ലോ നിന്തിരുവടി പാർത്താൽ പനിയിൽ ധൂമം പോലെ വാരിയിൽ നുര പോലെ നിന്നുടെ മഹാമായ വൈഭവം ചിത്രം ചിത്രം യാവൽ പര്യന്തം മായാ സമൃദ്ധം ലോകമോർത്താൽ താവൽ പര്യന്തം അറിയാവല്ലോ ഭവത്വത്വം. അപ്പൊ ഈ ശ്ലോകം പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിന്റെ സന്ദർഭം ഒന്ന് നോക്കാം. ശ്രീരാമചന്ദ്രന് സീതാദേവിയുമായിട്ടുള്ള സ്വയംവരമൊക്കെ കഴിഞ്ഞ് അയോധ്യയിലേക്ക് മടങ്ങുന്ന വഴിയിൽ വെച്ച് പരശുരാമൻ അഥവാ ഭാർഗവരാമൻ അദ്ദേഹത്തെ തടയുകയുണ്ടായി. എന്നിട്ട് വളരെ അഹങ്കാരത്തോടുകൂടി ഭാർഗവരാമന്റെ കയ്യിലിരിക്കുന്ന വൈഷ്ണവ ചാപം ശ്രീരാമചന്ദ്രനോട് കുലച്ച് ഒടിക്കാൻ ആവശ്യപ്പെടുന്നു. അതനുസരിച്ച് ശ്രീരാമചന്ദ്രൻ വൈഷ്ണവ ചാപം കുലയ്ക്കുകയും അത് ഒടിക്കുകയും ചെയ്തു. അപ്പം ഭാർഗവരാമൻ വളരെ അഹങ്കാരത്തോടാണ് പെരുമാറിയത്. ശ്രീരാമചന്ദ്രൻ സാധാരണ മനുഷ്യൻ, അദ്ദേഹം ഒരു അവതാരമാണെന്ന് മനസ്സിലാക്കിയ ഭാർഗവരാമൻ അവിടെ തന്റെ അഹങ്കാരമെല്ലാം ഉപേക്ഷിച്ച് ഭഗവാനെ ശരണം പ്രാപിച്ചുകൊണ്ട് സ്തുതിക്കുന്ന ഭാഗമാണിത്. അതായത് പരശുരാമന്റെ കയ്യിലെ വൈഷ്ണവ ചാപം ഖണ്ഡിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ അഹങ്കാരം ശമിപ്പിച്ച ഭാഗമാണിത്. ബാലകാണ്ഡത്തിലെ അവസാന ഭാഗമാണ് സന്ദർഭം. ഇത് ബാലകാണ്ഡത്തിലെ ഏറ്റവും അവസാനം. ഇത് കഴിഞ്ഞാൽ പിന്നെ അയോധ്യാകാന്ഡമാണ് തുടങ്ങുന്നത്. അഹങ്കാരം തീർന്ന ഭാർഗവരാമൻ ശ്രീരാമചന്ദ്രൻ ഇപ്രകാരം സ്തുതിക്കുന്നു. ഭഗവാനെ അവിടുന്ന് നിർവികാരാത്മാവാണ് എന്ന് പറഞ്ഞാൽ അവിടത്തേക്ക് ഒന്നിനോട് പ്രത്യേക മമത അഥവാ ചേർച്ചയില്ലാത്തവനാകുന്നു. അദ്ദേഹത്തിന് അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രന് പ്രത്യേകിച്ച് ഒന്നിനോട് ഒരു ചേർച്ച അഥവാ മമതയില്ല. അവിടുന്ന് പരിപൂർണനും നിർവ്വാണം അഥവാ മോക്ഷം നൽകുന്നവനുമാകുന്നു. ശ്രീരാമചന്ദ്രനിൽ കൂടി അല്ലെങ്കിൽ വിഷ്ണു അവതാരങ്ങളിൽ കൂടി അഥവാ വിഷ്ണുവിൽ കൂടി മാത്രമേ ഒരു മനുഷ്യന് മോക്ഷമുള്ളൂ. ശിവനിൽ കൂടി ആർക്കും മോക്ഷമില്ല, പുനർജന്മമാണുള്ളത്. രാവണന്റെ അനുജനായിരുന്ന വിഭീഷണൻ ലങ്കയിൽ മോക്ഷം കിട്ടിയ ഏക വ്യക്തി വിഭീഷണനാണ്. കാരണം അദ്ദേഹത്തിന്റെ വിഷ്ണുഭക്തിയായിരുന്നു കാരണം. അപ്പം അവിടുന്ന് മോക്ഷപ്രദനാകുന്നു. ശ്രീരാമചന്ദ്രൻ മോക്ഷപ്രദനാണ്, അതായത് നിർവ്വാണപ്രദനാകുന്നു. അവിടുന്ന് അഗ്നിയിൽ പുക അഥവാ ധൂമം പോലെയും സമുദ്രത്തിൽ തിരമാല അഥവാ നുര പോലെ എല്ലായിടത്തും കാണപ്പെടുന്നു. ഭഗവാൻ സർവ്വവ്യാപിയാണെന്നാണ് ഇതിന്റെ അർത്ഥം. അഗ്നിയിൽ പുക പോലെ അഥവാ ധൂമം പോലെ, സമുദ്രത്തിൽ തിരമാല അഥവാ നുര പോലെ അങ്ങ് എല്ലായിടത്തും കാണപ്പെടുന്നു. അങ്ങയുടെ മായാവൈഭവം വിചിത്രം തന്നെ. എത്ര വർണ്ണിച്ചാലും അത് പൂർണ്ണമാവില്ല. ഭഗവാന്റെ മായകളെ കുറിച്ച് നമ്മൾ എത്ര പറഞ്ഞാലും അത് തീരുകയില്ല. ഈ ലോകം എത്ര നാൾ നിലനിൽക്കുന്നു അത്രയും കാലം അവിടുത്തെ മായാവൈഭവങ്ങളും തത്വങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കുമെന്നാണ് ഭാർഗവരാമൻ പറയുന്നത്. എത്ര നാൾ ലോകം നിലനിൽക്കും? ഇപ്പൊ കലിയുഗം തീരുകയാണ്. ആ ഒരു അവസാന നിമിഷം വരെയും ഭഗവാന്റെ വൈഭവങ്ങളും തത്വങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കും. അത് ആർക്കും തടുക്കാൻ പറ്റത്തില്ല. അത് നടന്നുകൊണ്ടേയിരിക്കും എന്നാണ് ഭാർഗവരാമൻ പറയുന്നത്. നന്ദി, നമസ്കാരം.